ഇതാണ് മക്കോറി എന്ന ദ്വീപ്. 35 കിലോമീറ്റർ മാത്രം നീളമുള്ള കാണാൻ വശ്യസുന്ദരമായ ദ്വീപാണിതെങ്കിലും ഈ ദ്വീപ് നേരിട്ടതുപോലെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മറ്റൊരു ദ്വീപും നേരിട്ടിരിക്കാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ഉണ്ടായിരുന്നത് ഈ ദ്വീപിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിവുള്ള ചില ജീവികളായിരുന്നു. തുടർന്ന് ഈ ജീവികളെ ഇല്ലാതാക്കാനായി ഗവൺമെന്റ് രംഗത്തിറങ്ങിയതോടെ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. എന്താണ് ഈ ദ്വീപിന് സംഭവിച്ചതെന്നും ലോകരാജ്യങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഗവൺമെന്റിന്റെ ആ ഇടപെടൽ എന്തായിരുന്നെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. പസഫിക് സമുദ്രത്തിലെ ഒരു കൊച്ചു ദ്വീപാണ് മക്കോറി എന്ന ഈ ദ്വീപ്. എന്നാൽ ഈ ദ്വീപിന്റെ കറുത്ത യുഗം ആരംഭിക്കുന്നത് 1800കളിലാണ്. കാരണം 1810ലാണ് കടൽ യാത്രക്കാർ ഈ ദ്വീപിനെ ഔദ്യോഗികമായി കണ്ടെത്തുന്നത്. ആ സമയത്ത് ഈ ദ്വീപ് എലിഫന്റ് സീലുകൾ കൊണ്ടും റോയൽ പെൻഗ്വിനുകളെ കൊണ്ടും നിറഞ്ഞ വളരെ മനോഹരമായ ഐലൻഡായിരുന്നു. ഈ ജീവജാലങ്ങൾക്ക് പുറമെ ഈ ദ്വീപിൻ്റെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് മനുഷ്യനോളം വലിപ്പമുള്ള ടസ്കറ്റ് എന്നു പേരുള്ള വലിയ പുല്ലുകളും മറ്റു പ്രത്യേക ചെടികളുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു ദ്വീപായി ഇതിനെ കണക്കാക്കാമായിരുന്നു. അതുപോലെ ഈ ദ്വീപിലെ ജീവജാലങ്ങൾക്ക് പറയത്തക്ക ശത്രുക്കളോ വേട്ടക്കാരോ ഇല്ലായിരുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ മുൻപേ സൂചിപ്പിച്ചതുപോലെ 1800കളുടെ തുടക്കത്തിൽ ഇവിടേക്ക് എലിഫന്റ് സീലുകൾ അഥവാ കടലാനകളെന്നും ആനത്തിമിംഗലം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കടൽ ജീവികളെ പിടിക്കാനായി വേട്ടക്കാർ എത്തുകയായിരുന്നു. പക്ഷേ അവരുടെ വേട്ടയേക്കാൾ ഏറ്റവും കൂടുതൽ ദ്വീപിനെ മോശമായി ബാധിച്ചത് ഇവരുടെ കൂടെ വന്നിരുന്ന ക്ഷണിക്കപ്പെടാത്ത കുറച്ച് അതിഥികളായിരുന്നു. അതാണ് നമ്മളെല്ലാവരും ഭയത്തോടെ കാണുന്ന എലികൾ. ഈ വേട്ടക്കാർ സഞ്ചരിച്ചിരുന്ന കപ്പലുകളിലും മറ്റും ഒളിച്ചിരുന്നായിരുന്നു ഈ എലികൾ ഈ ദ്വീപിൽ എത്തിപ്പെട്ടിരുന്നത്. ആദ്യ സമയങ്ങളിൽ ഈ എലിയെ ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ പതിയെ ഈ ദ്വീപിൽ ഈ എലികൾ വലിയൊരു ശല്യക്കാരായി മാറുകയായിരുന്നു. കാരണം ഈ എലികൾക്ക് ഈ ദ്വീപിൽ പറയത്തക്ക ശത്രുക്കളോ വേട്ടക്കാരോ ഇല്ലാത്തതിനാൽ തന്നെ ഇവ പക്ഷികളുടെ മുട്ടകളെയും പക്ഷിക്കുഞ്ഞുങ്ങളെയുമൊക്കെ ഭക്ഷണമാക്കാൻ തുടങ്ങി. അങ്ങനെ ഈ എലികൾ ദ്വീപിൽ മുഴുവൻ പെറ്റ് പെരുകുകയായിരുന്നു. എന്തിനേറെ പറയണം, ഈ എലികൾ ഇവിടെ വളരുന്ന പൂക്കളും പഴങ്ങളും സസ്യങ്ങളുടെ വിത്തുകളും പുതുതായി വളരുന്ന സസ്യങ്ങളെയും വരെ തിന്നു തീർത്തിരുന്നു. ഈ എലികളുടെ കൂടെ തന്നെ ചുണ്ടെലികളും കപ്പൽ കയറി ദ്വീപിലെത്തിയിരുന്നത്രേ. ഈ ചുണ്ടെലികൾ ദ്വീപിലെ ക്യാറ്റർ പില്ലറുകളെയും വണ്ടുകളെയും മറ്റു പ്രാണികളെയും ഒക്കെ വേട്ടയാടി ഭക്ഷണമാക്കാൻ തുടങ്ങിയതോടെ ദ്വീപിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷേ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതായത് ഈ എലികളും ചുണ്ടലികളും തങ്ങളുടെ ഭക്ഷണം ഈ ദ്വീപിൽ തിന്നു തീർക്കുന്നത് സീൽ വേട്ടക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ തന്നെ ഈ എലികളെ തിന്നു തീർക്കാനായി അവർ ദ്വീപിലേക്ക് മറ്റൊരു അതിഥിയെ കൊണ്ടുവന്നു. അതായിരുന്നു പൂച്ചകൾ. അങ്ങനെ അതുവരെ ദ്വീപിൽ ഇല്ലാതിരുന്ന എലികളും പൂച്ചകളും ദ്വീപിൽ സൈരവിഹാരം നടത്താൻ ആരംഭിച്ചു. സ്വാഭാവികമായും എലികളുടെ മുഖ്യ ശത്രുക്കളാണ് പൂച്ചകൾ എന്ന് നമുക്കറിയാം. സാധാരണഗതിയിൽ എലികളെ കിട്ടിയാൽ പൂച്ചകൾ വെറുതെ വിടാറുമില്ല. പക്ഷേ ആ ദ്വീപിൽ പൂച്ചകളെ കൊണ്ടുവന്നതിന് ശേഷം നടന്നത് മറ്റൊരു വിചിത്രമായ കാര്യമായിരുന്നു. അതായത് ഈ പൂച്ചകൾ എലികളെ കാര്യമായി വേട്ടയാടി ഭക്ഷിച്ചിരുന്നില്ല. പകരം ഈ പൂച്ചകൾ വേട്ടയാടി ഭക്ഷിച്ചിരുന്നത് അവിടെയുള്ള കടൽ പക്ഷികളെയും മറ്റ് ജീവികളെയുമായിരുന്നു. കാരണം എലികളെ പിന്തുടർന്ന് പിടിക്കുന്നതിനേക്കാൾ എളുപ്പം ഇത്തരത്തിലുള്ള പക്ഷികളെ വേട്ടയാടി ഭക്ഷിക്കുന്നതായിരുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈ ദ്വീപിലെ പൂച്ചകൾ ഓരോ വർഷവും ഏകദേശം 60,000-ഓളം പക്ഷികളെ കൊന്നു തിന്നിരുന്നു അത്രേ. അതായത് ഒരു ദിവസം 160ഓളം പക്ഷികളെ വെച്ച്. ഈ ദ്വീപിലുണ്ടായിരുന്ന മക്കോറി റെയിൽ, പാരക്കീറ്റ് പോലുള്ള പല ജീവിവർഗങ്ങളും ഈ പൂച്ചകളുടെ വേട്ടയാടൽ കാരണം വംശനാശം സംഭവിക്കുകയായിരുന്നു. ഇതേസമയം ദ്വീപിലെ എലികളുടെ എണ്ണം വർദ്ധിച്ചു വരികയായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ദ്വീപിൽ ഇത്രയും വലിയൊരു പാരിസ്ഥിതിക പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 1878-ൽ കപ്പൽ തകർന്ന് ഈ ദ്വീപിൽ അകപ്പെടുന്ന നാവികർക്കും ജോലിക്കാർക്കും മറ്റുമായി ഭക്ഷണത്തിനു വേണ്ടി ഈ ദ്വീപിലേക്ക് മുയലുകളെ കൂടി കൊണ്ടുവരുന്നത്. പക്ഷേ അതും മുൻപത്തെ പോലെ വലിയൊരു ദുരന്തമായി മാറുകയായിരുന്നു. കാരണം ശത്രുക്കൾ ഇല്ലാത്തതിനാലും ധാരാളം സസ്യങ്ങൾ ദ്വീപിലുള്ളതിനാലും മുയലുകൾ അതിവേഗം പെറ്റുപെരുകി. 1968 ആയപ്പോഴേക്കും 100,000-ലധികം മുയലുകൾ ഈ ദ്വീപിൽ ഉണ്ടായിരുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. ഇവ പുല്ലും ഹെർബ്സും സസ്യവേരുകളും എല്ലാം തിന്നു തീർക്കാനും ആരംഭിച്ചു. പതിയെ ഈ ദ്വീപിലെ സസ്യങ്ങൾ കുറഞ്ഞതോടെ ഇവിടെയുള്ള കുന്നിൻ ചെരുവുകൾ ഇടിഞ്ഞു തുടങ്ങാനും ആരംഭിച്ചു. അങ്ങനെ 2006-ൽ ദ്വീപിലെ
ലൂസിറ്റാനിയ ബേ എന്ന ഭാഗത്ത് വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഇത് നൂറുകണക്കിന് കിങ് പെൻഗ്വിനുകളെ മണ്ണിനടിയിലാക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങൾ കൊണ്ടുള്ള മണ്ണിടിച്ചിലും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ഈ ദ്വീപിനെ പൂർണ്ണമായും നാശത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ ദ്വീപിലെ പക്ഷികൾ പോലും ഇവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിരുന്നു അത്രേ. കാരണം ഇവിടെ മരങ്ങളുടെയും സസ്യങ്ങളുടെയും എണ്ണം കുറഞ്ഞതോടെ പക്ഷികൾക്ക് കൂടുകൂട്ടാൻ സ്ഥലം കുറയുകയും പക്ഷിക്കുഞ്ഞുങ്ങളെ പ്രെഡേറ്ററുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താനും ഭക്ഷണമാക്കാനും സാധിച്ചിരുന്നു. ആ സമയത്ത് ഈ ദ്വീപിൽ 36,000-ലധികം എലികളും 100,000-ലധികം ചുണ്ടെലികളും ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ ദ്വീപിന് ഇത്രയും വലിയ നാശങ്ങൾ സംഭവിക്കാൻ കാരണം കപ്പലുകളിലൂടെ വന്നിരുന്ന കുറച്ച് എലികളായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഇതിനിടെ 1985-ൽ ഈ ദ്വീപിലെ പൂച്ചകളെ തുരത്താനായി ഓസ്ട്രേലിയൻ ആൻഡ് ടാസ്മാനിയൻ ഗവൺമെന്റ്സ് ശ്രമിച്ചിരുന്നു. ആ ശ്രമം കാരണം 2000 ആയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന 2500ഓളം പൂച്ചകളെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നത്രേ. അതിനാൽ തന്നെ അവിടെ മുൻപുണ്ടായിരുന്ന ചില ബേർഡ് സ്പീഷീസുകൾ തിരിച്ചു വരികയും ചെയ്തിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ആ സമയത്തും ഒരു കണക്കുമില്ലാതെ പെറ്റുപെരുകിക്കൊണ്ടിരുന്നത് മുയലുകളായിരുന്നു. ഇവ ദ്വീപിലെ ഭൂരിഭാഗം സസ്യങ്ങളും തിന്നുകൊണ്ടിരുന്നു. അങ്ങനെ 2007 ആയപ്പോഴേക്കും ഈ ദ്വീപ് പൂർണ്ണമായി നാശത്തിലേക്ക് പോവുകയാണെന്ന് ഗവേഷകർ മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് ഗവേഷകരുടെ അഭിപ്രായ പ്രകാരം ഈ ദ്വീപ് സ്വയം പഴയ സ്ഥിതിയിലേക്ക് വരില്ലെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു. അതിനാൽ തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റും ടാസ്മാനിയൻ ഗവൺമെൻറ്റും ഇവിടെ $24 മില്യൺ അഥവാ 200 കോടിയിലധികം രൂപയുടെ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ദ്വീപിലുള്ള മുഴുവൻ എലികളെയും ചുണ്ടെലികളെയും മുയലുകളെയും തുരത്തുക എന്നതായിരുന്നു ഈ മിഷന്റെ ലക്ഷ്യം. അങ്ങനെ അതിനായി അവർ മുയലുകളെ ഇല്ലാതാക്കാൻ ഒരു വൈറസാണ് ഉപയോഗിച്ചിരുന്നത്. ഹെമോർഹാജിക് ഡിസീസ് എന്ന വൈറസ് ആയിരുന്നു അത്. അതിനുവേണ്ടി 2011-ൽ ഗവേഷകർ ഈ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ക്യാരറ്റുകളെ ദ്വീപിൽ നിക്ഷേപിക്കുകയായിരുന്നു. തുടർന്ന് ഈ ക്യാരറ്റുകൾ കഴിച്ച മുയലുകൾ ചത്തുപോവുകയും ഇത് കാരണം ആയിരക്കണക്കിന് മുയലുകൾ ദ്വീപിൽ നിന്നും ഇല്ലാതാവുകയും ചെയ്തു. അടുത്തതായി ഗവേഷകർ ചെയ്തത് 300 ടണ്ണോളം പോയിസൺ ബൈറ്റുകൾ ഹെലികോപ്റ്ററുകളിൽ നിന്ന് ദ്വീപിലേക്കിടുകയും ഇത് എലികളെയും മുയലുകളെയും കൊന്നുകളയുകയും ചെയ്യുകയുമായിരുന്നു. ഇത് ചെയ്തിരുന്നത് ശൈത്യകാലത്തായിരുന്നു. അതിനുള്ള കാരണം ഈ സമയങ്ങളിൽ ഇവിടെ കടൽ പക്ഷികളുടെ എണ്ണം കുറവായിരിക്കും. തണുപ്പ് കാലങ്ങളിൽ കടൽ പക്ഷികൾ മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറുന്നത് കാരണത്താൽ ഇവ ഈ ചത്ത എലികളെയും മുയലുകളെയും ഭക്ഷണമാക്കി അവയ്ക്കും വിഷമേൽക്കില്ലെന്ന് ഗവേഷകർ കണക്കുകൂട്ടുകയായിരുന്നു. തുടർന്ന് ഈ മിഷനിലൂടെ ഒരുപാട് എലികളെ ഇല്ലാതാക്കാനും ഗവേഷകർക്ക് സാധിച്ചിരുന്നു. എങ്കിലും കുറച്ച് എലികളോ മുയലുകളോ ബാക്കിയായാൽ പോലും ഈ പ്രശ്നം വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കും എന്ന് ഗവേഷകർ ഭയന്നിരുന്നു. അതിനാൽ തന്നെ അവർ ഈ ദ്വീപിലേക്ക് ബാക്കിയുള്ള എലികളെയും മുയലുകളെയും പിടിക്കാനായി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗുകളെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരു ദിവസം തന്നെ മണിക്കൂറുകളോളം എലികളെയും മുയലുകളെയും തപ്പി നടന്ന് ഒരുവിധം ഈ നായകൾ ഇവയെ കണ്ടെത്തി ഇല്ലാതാക്കുകയായിരുന്നു. എങ്കിലും ഇനിയും പല എലികളും മുയലുകളും മാളങ്ങളിലും മറ്റുമായി ഒളിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. എങ്കിലും പതിയെ ദ്വീപിലുള്ള പുല്ലുകളും സസ്യങ്ങളും വീണ്ടും മുളച്ച് ഉയരത്തിൽ വളരാൻ ആരംഭിച്ചു. ഈ സമയത്ത് ഈ ദ്വീപിനെ നിരീക്ഷിക്കാൻ ഇവിടെ ഗവേഷകരും ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അതിനുശേഷവും ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗുകളെ ഈ ദ്വീപിലെത്തിച്ച് സെർച്ചിങ് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 2013-ൽ ഈ ദ്വീപിൽ ഇനി എലികളോ മുയലുകളോ അവശേഷിക്കുന്നില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. എങ്കിലും അവർ വീണ്ടും 2 വർഷത്തോളം ഇത് കൺഫേം ചെയ്യാനായി ദ്വീപിൽ റോന്ത് ചുറ്റിയിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. തുടർന്ന് 2014 ഏപ്രിൽ 8-ന് മക്കോറി ദ്വീപ് കഴിഞ്ഞ 200 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പെസ്റ്റ് ഫ്രീ ആയി പ്രഖ്യാപിക്കുകയും എലികൾക്കും മുയലുകൾക്കും വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിക്കുകയുമായിരുന്നു. അതിനുശേഷം നടന്നത് ഒരത്ഭുതമായിരുന്നു. കാരണം ദ്വീപിലെ പച്ചപ്പും പക്ഷികളും ഹരിതാപവുമെല്ലാം വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്തത്. ദ്വീപിൻ്റെ പഴയ പ്രതാപം തിരിച്ചു വന്നതോടെ ഒരുപാട് പക്ഷികളും കടൽ ജീവികളും ദ്വീപിലേക്ക് ചേക്കേറാൻ ആരംഭിച്ചു. 30 മുതൽ 50 വർഷത്തോളം സമയമെടുത്തായിരിക്കും ദ്വീപ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നതായിരുന്നു ഗവേഷകർ കരുതിയിരുന്നത്. പക്ഷേ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ദ്വീപിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം വർഷം തോറും ദ്വീപിലെ ചില ബേർഡ് സ്പീഷീസുകളുടെ വർധനവ് 10%-ഓളമായിരുന്നു. മുൻപൊരിക്കൽ വംശനാശ ഭീഷണി നേരിട്ടിരുന്ന
ഹുപ്പർസിയ ഓസ്ട്രേലിയാന എന്ന സസ്യം വീണ്ടും ദ്വീപിൽ തലയെടുപ്പോടെ വളരാൻ ആരംഭിച്ചു. സത്യത്തിൽ ഈ പ്രൊജക്ടിന്റെ വിജയം മറ്റു പല രാജ്യങ്ങൾക്കും വളരെ പ്രചോദനമായിരുന്നു എന്നതാണ് സത്യം. ചില റിപ്പോർട്ടുകൾ പ്രകാരം ന്യൂസിലാൻഡിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ടത്രേ. എങ്കിലും ഇപ്പോഴും ഈ ദ്വീപ് വളരെ നിയന്ത്രണത്തോടെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിലേക്ക് വരുന്ന കപ്പലുകൾ പരിശോധിക്കപ്പെടുകയും നായകൾ കപ്പലിൽ സെർച്ചിങ് നടത്തുകയും ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ജീവികൾ ദ്വീപിലേക്ക് കടന്നു കയറുന്നത് തടയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.